ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ മരങ്ങളടക്കം കടപുഴകി വീണ ഒരു സാഹചര്യമായിരുന്നു. ഇതാ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം. മരങ്ങളടക്കം കടപുഴകി വീഴുന്നു. ഈ ഒരു ഭാഗത്തായിരുന്നു കാർ ഉണ്ടായിരുന്നു. കാറും ഒപ്പം തന്നെ ബൈക്കും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു കാറാണ് ഇവിടെ കിടന്നിരുന്ന കാറാണ് ഒലിച്ചു പോകുന്നത്. അവിടെ അർച്ചന ആ ഭാഗത്തേക്ക് പോകണ്ട, അവിടെ നിന്ന് ഇല്ലില്ല, കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതാണ് റോഡിന്റെ വിഷ്വൽസ്. നമുക്ക് ദൂരെ നിന്ന് അത് ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ മതി. ഇതാണ് ആ റോഡ്. മഞ്ചേശ്വരത്ത് കൂടുതൽ ആൾതാമസമുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു പഞ്ചായത്ത് റോഡാണെന്ന് തോന്നുന്നു. ആ റോഡ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു. അതിനിടയ്ക്ക് അതുവഴി മട പൊട്ടുന്നത് പോലെ ഒരു ചെറിയ തോട് ആ ഭാഗത്തുണ്ടായിരുന്നു. ആ തോടിന് കുറുകെ ആ തോട് മുഴുവൻ ആ റോഡും ഇടിച്ച് ഒലിച്ചുകൊണ്ടാണ് പോയത്. കാർ ഇവിടെ ഈ റോഡിലാണോ കിടന്നിരുന്നത്? അരുൺകുമാർ, ഈ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു, ഈ ഒരു റോഡിന്റെ മധ്യഭാഗത്തായിരുന്നു കാർ ഉണ്ടായിരുന്നത്. ആ കാറാണ് ഒളിച്ചു പോയത് ഇന്നലെ രാത്രി. അതായത് ഇത്രയും ദൂരം, ഏകദേശം ഒരു 200-250 മീറ്ററോളം കാറ് ആ റോഡിൽ നിന്ന് ഒലിച്ചു പോയി അല്ലേ, ബൈക്കും? അതെ അതെ അതെ, അത്തരത്തിൽ കാറും ബൈക്കും അത്ര ദൂരം ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു ആളുകളെല്ലാം ചേർന്ന് ഇപ്പോൾ കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 5-6 പേരോളം ആളുകൾ അവിടെ തന്നെയുണ്ട്. അതുപോലെ നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഈ ഒരു റോഡ് ഇടിഞ്ഞു വീണ ദൃശ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് വ്യക്തമായി തന്നെ കാണാം കടപുഴകി വീഴുന്ന ഒരുപാട് മരങ്ങളടക്കം ഇവിടെയുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ അപ്പുറങ്ങളിലുള്ള വീടുകളെല്ലാം ഇപ്പോൾ ഭീഷണിയിലാണ് എന്നുള്ളതാണ്. കാരണം ഒരുപാട് വീടുകൾ വെള്ളം കയറിയിരിക്കുന്നു. അവിടെയുള്ള ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ച ഒരു സാഹചര്യം തന്നെയാണ് അരുൺ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ്, മഞ്ചേശ്വരത്തുള്ള ദൃശ്യങ്ങളാണ്. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് ഒലിച്ചു പോയിരിക്കുന്നത്. ഇപ്പോൾ ആ കാറ് തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വടം കെട്ടി ക്രെയിൻ ഉപയോഗിച്ച് കാർ എടുത്തു മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ആ റോഡിൽ പാർക്ക് ചെയ്ത കാറാണ്. ആ റോഡ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയത് പ്രേക്ഷകർക്ക് കാണാം. ആ കാറിൽ പക്ഷേ യാത്രക്കാരുമില്ല, ആശ്വാസമാണ്. അങ്ങനെ ആശങ്ക വേണ്ട സാഹചര്യമില്ല അവിടെ. പക്ഷേ കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ആ സ്ഥലത്ത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടിൽ മാത്രമുള്ള ദൃശ്യങ്ങളാണ്. ഒരു ബൈക്കും കാറും ഇന്നലെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിൽ റോഡ് ഇടിഞ്ഞ് ഒരു കൃഷി സ്ഥലത്തേക്ക് പോയി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം ഏതെങ്കിലും പുഴയോ ഏതെങ്കിലും കായലോ അല്ല, ഇതൊരു കൃഷിസ്ഥലമാണ്. ആ കൃഷിസ്ഥലം ആകെ ഒരു കായൽ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് കാറ് ഒഴുകിപ്പോവുകയായിരുന്നു. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറ്, ഒരു സ്കൂട്ടി, ഇത് രണ്ടും ഒലിച്ചു പോവുകയായിരുന്നു. അവിടുത്തെ ചെറുപ്പക്കാർ ആ കാറ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വടമൊക്കെ കെട്ടി പിള്ളേർ അതിനിടയ്ക്ക് നീന്തുകയും കൂടി ചെയ്യുന്നുണ്ട്. നീന്തി അവിടെ വന്ന്, പക്ഷേ ഇത് അപകടകരമായ ഒരു സാഹചര്യമാണ്. പക്ഷേ അവിടെ ഒഴുക്കില്ല എന്ന് തോന്നുന്നു. കൃഷിസ്ഥലമാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു പുഴയൊന്നും ആയിരുന്നില്ല, ചെറിയൊരു തോടാണ്. പ്രേക്ഷകർക്ക് കാണാം ആ തോട്, അവിടെ മരങ്ങൾ മുറിഞ്ഞു കിടക്കുന്നത് കാണാം. റോഡ് മുറിഞ്ഞു പോയ ഭാഗം പ്രേക്ഷകർക്ക് കാണാം. തലശ്ശേരിയിലെ ഒരു പഞ്ചായത്ത് റോഡാണ്, ക്ഷമിക്കണം, മഞ്ചേശ്വരത്തെ ഒരു ചെറിയ ഒരു പഞ്ചായത്ത് റോഡാണ്. ഇപ്പോൾ മട പൊട്ടിയതുപോലെ അതിലൂടെ ജലപ്രവാഹമാണ് പ്രേക്ഷകർക്ക് കാണാം. കാറിനുള്ളിൽ ആളുകളില്ല. ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷേ എന്നാലും ആ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മഞ്ചേശ്വരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി അർച്ചനയും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്. സുരക്ഷിതമായി നിന്ന് റിപ്പോർട്ട് ചെയ്യുക. വെള്ളം കുത്തൊഴുക്കാണ്, വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാം. ഈ സ്ഥലത്തു നിന്നാണ് കാറ് ഏകദേശം ഒരു 200-250 മീറ്ററോളം ഒലിച്ചു പോയതും കാറ് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കണ്ടാൽ സാധാരണ ഇതേപോലെ കാറൊക്കെ വന്ന് പെടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ്. ആളുകളൊന്നും തന്നെ കാറിലില്ല. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഭയപ്പെടേണ്ട സാഹചര്യമോ ഇല്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ വല്ലാതെ നമ്മളെ ടെൻഷൻ അടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായ കാഴ്ചകളുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വാഹനം ഒലിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും സൂക്ഷിക്കുക. അവിടെ നിന്ന് വാഹനങ്ങളൊക്കെ മാറ്റുക. ഒരു കാരണവശാലും ഇനി ഇങ്ങനെ വാഹനങ്ങൾ ഒലിച്ചു പോവുകയാണെങ്കിൽ അതിന് പിന്നാലെ പോകരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ് വലിച്ചു കയറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അർച്ചന, ക്രെയിൻ ഉപയോഗിച്ചാണോ വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുന്നത്? എനിക്ക് തോന്നുന്നു ആ കാറിൽ അത് കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒഴുക്കൊന്നുമില്ലല്ലോ അല്ലേ? അതായത് ഈ ചെറുപ്പക്കാർക്ക് അവിടെ നിൽക്കുന്നത് സുരക്ഷിതമാണോ അർച്ചന? അരുൺ,
ചെറുപ്പക്കാർ നിൽക്കുന്നത് സുരക്ഷിതമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഒരു ഒഴുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഇനി അടുത്ത ഈ കാറ് തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു പടം ഉപയോഗിച്ചാണ് അവിടെയുള്ള ആളുകൾ അത്തരത്തിൽ ഈ ഒരു കാറിനെ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ഒരു ഒഴുക്ക് നമ്മൾ ഇപ്പോൾ അവിടെ ആ ഭാഗങ്ങളിൽ പ്രത്യക്ഷമായി കാണുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു സുരക്ഷിതമായി തന്നെ ഇരിക്കട്ടെ. ആരും നെറ്റ്വർക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ അവനോർത്തോ ഓക്കെ, ഇപ്പോൾ അർച്ചന, എനിക്കൊന്നു കാർ അവരെ ഉന്തി നീക്കുകയാണോ? ക്രെയിൻ ഉപയോഗിച്ചല്ലേ വലിക്കുന്നത്? ഇതെങ്ങനെയാണ്? എനിക്കൊന്നു കാർ പൂർണ്ണമായിട്ട് മുങ്ങി ഇപ്പോൾ. അരുൺ, അത് തന്നെയാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ കാറ് മുഴുവനായിട്ട് മുങ്ങിയ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ക്രെയിൻ ഉപയോഗിച്ചുള്ള ശ്രമങ്ങളായിരിക്കും അടുത്ത്. ചേട്ടാ, ഇനിയിപ്പോ എങ്ങനെയാണ് ആ കാർ എടുക്കാനുള്ള കാര്യങ്ങൾ? ട്രെയിനിൽ ഇപ്പോൾ ആൾക്കാരെല്ലാം റോപ്പിട്ട് വലിക്കാൻ ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് തന്നെയാണ് അതെ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ വലിക്കാൻ എത്തിച്ചിട്ടുണ്ടോ? അതെ സുരക്ഷിതമായിട്ടുണ്ട്. കറണ്ട് എല്ലാം പോയിട്ടുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, സുരക്ഷിതമായിട്ടുണ്ട്. അരുൺ, അത് തന്നെയാണ്, ക്രെയിൻ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവര് തൊട്ടടുത്തൊരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഇനി ആ ഒരു കാർ എടുക്കാനുള്ള അല്ലെങ്കിൽ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ആ ക്രെയിനിന് വേണ്ടിയുള്ള അത്തരത്തിൽ ആ ക്രെയിൻ വലിക്കാനുള്ള പ്രാഥമിക ഘട്ടത്തിലേക്കാണ് ആ ചെറുപ്പക്കാർ കടക്കുന്നത്. എന്തായാലും അവിടെ ഒഴുക്കോ ആഴമോ അങ്ങാനും ഉണ്ടോ? കാര്യം ഈ ചെറുപ്പക്കാർ ഈ കാർ എടുക്കാനുള്ള ശ്രമത്തിൽ അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. കാർ ഏകദേശം പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലാണ്. അവിടെ എങ്ങനെ ഒഴുക്കാണോ? എന്താണ് അവസ്ഥ? ഇത് പൊട്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഇതെല്ലാം പാടശേഖരമായതുകൊണ്ട് ഈ ഒഴുക്ക് അങ്ങോട്ട് എന്തായാലും അടിയൊഴുക്ക് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് കഷ്ടമാണ്. ഇപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അവർ റോപ്പൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കരക്കെത്തിക്കാം. മഴ കുറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കുറച്ചടി സാഹചര്യം നമുക്ക് മെച്ചപ്പെട്ട് വരുള്ളൂ. ഇതിന് മുന്നേ എങ്ങനെയാ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇത്ര വെള്ളപ്പൊക്കമായിട്ടുണ്ട്. ഇത്ര വലിയ രീതിയിൽ ഇതാദ്യമാണ്. ഇത്ര വലിയ രീതിയിൽ പറഞ്ഞത് ആദ്യമാണ് ഇതൊക്കെ പോയത്. ഇവിടെയുള്ള അടുത്തുള്ള വീടുകളൊക്കെ തന്നെ വെള്ളത്തിലാണോ? വെള്ളത്തിലാണ്. എന്നാലും അവർ സുരക്ഷിതരാണ്. അടുത്തുള്ള ബന്ധു വീട്ടിലെല്ലാം പാർപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരു പ്രശ്നമൊന്നുമുണ്ട്. തൊട്ടടുത്തൊരു പുഴയുണ്ട്. ആ പുഴയ്ക്ക് സമീപം താമസിക്കുന്നവരൊക്കെ അവർക്കും 15 വീട്ടിലോളം വെള്ളം കയറിയിട്ടുണ്ട്. അവരെല്ലാം സുരക്ഷിതരാണ്. ഈ അവരോട് ചോദിക്കുക, ഈ കാർ ആരുടേതാണ്? അത് ഇന്നലെ രാത്രി പാർക്ക് ചെയ്ത് പോയതാണോ ഈ കാർ, അർച്ചന? ചേട്ടാ, ഈ കാർ ആരുടെയാണ്? ഇന്നലെ രാത്രി പാർക്ക് ചെയ്ത് പോയ കാറാണ്. അപ്പുറത്തെ വീടാണ്. വീട് കാണുന്നുണ്ട്. ഓരാണ് രണ്ടിന് മേടിച്ചിട്ടാണ് കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച കാറാണ്. ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് പോയതാണ്. രാത്രി പാർക്ക് ചെയ്ത കാറായിരുന്നു? അതെ, രാത്രി പാർക്ക് ചെയ്ത കാറാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ബൈക്ക് അങ്ങനെ അവർ അപ്പുറത്തെ വീട്ടുകാരുടെ ബൈക്കാണ്. ഓരോടെ വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ അവർക്ക് റോഡ് ഒന്നുമില്ല. ബൈക്ക് എങ്ങനെ തിരികെ ആൾക്കാരാണ് രാവിലെ കയറ്റി. ബൈക്കും കാറും തൊട്ടടുത്ത് അപ്പുറത്തുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പുറത്തെ ആൾക്കാരല്ലേ. അരുൺ, അത് തന്നെയാണ്, ഈ ബൈക്കായാലും കാറായാലും തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകളുടെ തന്നെയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഒരു മഴ കുറഞ്ഞാൽ തന്നെയാണ് ഇനിയിപ്പോ ഈ ഒരു കാറിനെ തിരികെ കയറ്റാനുള്ള ആ ഒരു ശ്രമങ്ങൾ നന്നായി നടക്കൂ എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും തൊട്ടടുത്ത് ക്രെയിൻ ഉണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ഇനി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ സുരക്ഷിതമായി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ആളുകൾ വലിയ ഭീഷണിയിലാണ്, വലിയ ആശങ്കയിലാണ്. ഇനിയും ഇത്തരത്തിൽ ഇതുവരെ ഒരു അപകടം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളെങ്കിലും ഇനിയുള്ള കാര്യങ്ങൾ മഴ കനക്കുന്നു. കാസർഗോഡ് ജില്ലയിലായാലും മഴ കനക്കുന്ന സാഹചര്യമാണ്. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ആശങ്കയിലാണ്. വരും മണിക്കൂറുകളെല്ലാം തന്നെ ആളുകൾ ഭയങ്കര ആശങ്കയിൽ നിൽക്കുന്നു. നമുക്ക് കൂടുതൽ വിഷ്വൽസിലേക്ക് വരാം. എന്തായാലും അവർ ആ കാറ് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പുറത്തെ വീട് പ്രേക്ഷകർക്ക് കണ്ടു. എന്താല്ലേ ആ കാഴ്ച കാണുമ്പോൾ നമ്മൾ വല്ലാതെ ഭയന്നു പോകും. പക്ഷെ ആശങ്ക വേണ്ടതില്ല. അതിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. കാറ് പാർക്ക് ചെയ്ത സമയത്ത് കനത്ത മഴയിൽ ആ റോഡ് ഇടിഞ്ഞു പോയപ്പോൾ കാറ് ഇടിഞ്ഞ് ആ കൃഷി സ്ഥലത്തേക്ക് പോയതാണ്. കണ്ടാൽ ഒരു വലിയ കായൽ പോലെ തോന്നും.
ആ അവസ്ഥയാണ് കേരളത്തിൽ പലയിടങ്ങളിലും. മഴ ഇന്നത്തെ ദിവസം കനത്തു പെയ്യും എന്നുള്ളതാണ്. നാളെ പക്ഷേ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിലും അത് മാറിയേക്കാം. ബംഗാൾ ന്യൂനമർദ്ദം വളരെ ശക്തമാണ്, അറബിക്കടലിലുള്ള ന്യൂനമർദ്ദവും വളരെ ശക്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന സംഭവവികാസങ്ങൾ. PV അൻവർ തയ്യാറാണ്. അല്പസമയത്തിനുള്ളിൽ PV അൻവർ വരും. PV അൻവർ നിർണായക വാർത്താ സമ്മേളനമാണ്.